തേഞ്ഞൊട്ടി രേണുവിനെ പൊളിച്ചെടുക്കാൻ ദൈവം എന്നെ അവതരിപ്പിച്ചിറക്കിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിഗ് ബോസിനകത്തോട്ട് കയറി ചെന്നപ്പോ എന്തോ പറഞ്ഞാൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ. സുജിയേട്ടാ ഞാൻ വന്നു. ബിഷപ്പിന് ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ കുരിശെടുത്ത് കൈ പിടിക്കല്ലെന്ന് പറഞ്ഞു. ഇപ്പം നിങ്ങൾ കേട്ട ഇതെന്ന് പറയുന്നത് രേണു സുധിയെ പറ്റി ഒരു ബിഷപ്പ് പറയുന്നതാണ്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ഈ ഒരു ബിഷപ്പും രേണു സുധിയും തമ്മിലൊക്കെ ഉള്ള ഇടയ്ക്ക് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഒരു ബിഷപ്പ് ഇങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. ആ ഒരു ഇൻ്റർവ്യൂ ഫുള്ള് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട് എന്തുമാത്രം രേണു സുധിക്കെതിരെ സംസാരിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. ഒരു ബിഷപ്പ് ഇങ്ങനത്തെ രീതിയിൽ സംസാരിക്കാൻ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇങ്ങനെയൊക്കെ സംസാരിക്കും ഒരു ബിഷപ്പ് എന്നുള്ളൊരു കാര്യമാണ്. അതിലെ ചെറിയൊരു ക്ലിപ്സ് ഒന്ന് വെച്ചായിരുന്നു, കണ്ടു നോക്കൂ. ഫസ്റ്റ് തെളിവ് പറയാം. ബിഗ് ബോസിനകത്തോട്ട് കയറി ചെന്നപ്പോ എന്തോ പറഞ്ഞാൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ. സുജിയേട്ടാ ഞാൻ വന്നു. കഴിഞ്ഞ ദിവസം ഒരു ക്ലിപ്പിംഗ് എന്നെ കൊണ്ട് കാണിച്ചു. സുജിയേട്ടാ കൽപ്പന ചേച്ചിയെ കാണുന്നുണ്ടോ? ഏത് കൽപ്പന ചേച്ചിയാണെന്ന് എന്നോട് ചോദിക്കല്. എനിക്ക് ഇതൊന്നും അറിയത്തില്ല. അതിനകത്ത് ആ സ്ത്രീ വിളിച്ചു പോയി തന്നെ ഒരാൾ കൊണ്ട് കാണിച്ച. സുജിയേട്ടാ കൽപ്പന ചേച്ചിയെ കണ്ടോ? ഇതൊക്കെ കണ്ട് മലയാളികൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കട്ടെ. ഇതൊക്കെ കണ്ട് വോട്ട് ചെയ്തിട്ട് ഇതുപോലെ പലരെയും വലിച്ചു കയറാൻ വേണ്ടി ജയിപ്പിച്ച് വിന്നറാക്കി ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ. പ്ലാന്തോട്ടംകാർക്കും മാടപ്പള്ളിക്കാർക്കും ചങ്ങനാശ്ശേരിക്കാർക്കും അഭിമാനം. ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് കുറേയധികം പേര് വിചാരിക്കുക എന്താണ് അത്രമാത്രം വലിയ രീതിയിൽ വല്ലതും സംസാരിച്ചോ എന്നുള്ളൊരു കാര്യം. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു സാധാരണ നമ്മൾ സംസാരിക്കുന്നതും ഒരു ബിഷപ്പ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് രണ്ടായിട്ടുള്ളൊരു കാര്യങ്ങളാണ്. നമുക്ക് ചിലപ്പോൾ രേണുവിനോടൊക്കെ ദേഷ്യം കാര്യങ്ങളൊക്കെ കാണും, അത് നോർമലായിട്ടൊരു കാര്യമാണ്. പക്ഷേ ബിഷപ്പ് എന്ന് പറയുമ്പോഴത്തേന് ഇതേ കണക്കൊരു വ്യക്തിയെപ്പറ്റി സംസാരിക്കുകയാണോ, അതൊരു ദേഷ്യത്തോടെ വൈരാഗ്യത്തോടെയൊക്കെ സംസാരിക്കുന്നത് നമ്മൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. സാധാരണ എന്ന് പറഞ്ഞ ഒരു ബിഷപ്പ് എന്ന് പറയുന്ന ഒരു ശാന്തനായിരിക്കണം. അദ്ദേഹത്തിൻ്റെ ആ കാര്യങ്ങൾ ഏതൊരു കാര്യത്തെയും കൈകാര്യം ചെയ്യുന്ന രീതി, അതെല്ലാം മെയിനായിട്ട് ബാക്കിയുള്ളവർ കണ്ടുപഠിക്കുന്ന രീതിയിലായിരിക്കണം ഒരു ബിഷപ്പിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. പക്ഷേ ഇദ്ദേഹം ഈ ഒരു പെരുമാറുന്ന രീതി, സംസാരിക്കുന്ന രീതി കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്തുമാത്രം ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൽ ഒരു വ്യത്യാസമുണ്ടെന്ന്. ഒരു ബിഷപ്പ് ഇങ്ങനെ പെരുമാറാനേ പാടില്ല. ഇപ്പം ചിലപ്പോൾ ഇഷ്ടമല്ലാത്ത വ്യക്തികളാണ്, ഓക്കെ. പക്ഷെ എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? ആ ഒരു ഇൻ്റർവ്യൂ ഫുള്ള് കണ്ടാൽ മനസ്സിലാവും എന്തുമാത്രം ഇദ്ദേഹം സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം.